അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം നാളെയും തുടരും. മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതോടെയാണ് ദൗത്യം നാളത്തേക്ക് മാറ്റിയത്. അനുകൂല സാഹചര്യമാണെങ്കിൽ ആനയെ നാളെ മയക്കുവെടി വെക്കും. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള വൻ ദൗത്യ സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതേസമയം ആന അവശ്യ നിലയിലാണെന്ന് ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കി. രാവിലെ വെറ്റിലപ്പാറ 14 നിന്ന് പുഴയിലെ പാറകൾക്ക് മുകളിലൂടെ നടന്നു നീങ്ങിയ ആന കാലടി പ്ലാന്റേഷൻ 2ാം ഡിവിഷൻ ഭാഗത്തെ തുരുത്തിൽ നിലയുറപ്പിച്ചു. വിവരമറിഞ്ഞ ദൗത്യസംഘ തലവൻ ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ളവർ ആനയ്ക്ക് സമീപത്തെത്തി. ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ആനയെ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റാൻ പടക്കം പൊട്ടിച്ചു. ഇതോടെ പരിഭ്രാന്തിയിലായ ആന റബ്ബർ തോട്ടം വഴി ഉൾക്കാട്ടിലേക്ക് ഓടി. ഇതിനിടെ മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാട്ടിലേക്ക് കയറിയ ആനയെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഡ്രോൺ എത്തിച്ച് നടത്തിയ തിരച്ചിലും ഫലം കണ്ടില്ല. ഇതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ആന റിസർവിനകത്ത് കയറിപ്പോയതിന് ശേഷം അതിനെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നോക്കി, പക്ഷേ വേറെ ആനക്കൂട്ടം ഉള്ള കാരണം ഇതാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ദൗത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഇതായിരിക്കും. ആനയുടെ മസ്തകത്തിലെ മുറിവ് ചികിത്സിക്കേണ്ടതാണെന്നും ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്നുവെന്നും ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കി. ഇത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെഡേറ്റ് ചെയ്യാം, മാക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഡെത്താവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ട്. നാളെ അതിരാവിലെ തന്നെ ദൗത്യം പുനരാരംഭിക്കും. ഇതിനായി കാലടി പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയെ മയക്കി നിർത്താൻ പാകത്തിലുള്ള മയക്കുവെടി വെച്ച് ചികിത്സിക്കാനാണ് തീരുമാനം. അതേസമയം ആനയെ കണ്ടെത്തുന്നതിനായി ഇന്ന് രാത്രിയിലും വനംവകുപ്പിന്റെ സംഘം തിരച്ചിൽ തുടരും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.